എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് മാത്രമല്ല ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി ഇടണം. പിന്നെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ രജിത് കുമാർ സാറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് ഇവിടെ വെക്കുന്നത്. അത് കണ്ടതിന് ശേഷം നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ലഹരി എന്ന് പറയുന്നത് ജാതിക്കോ മതത്തിലോ ബന്ധപ്പെടുത്തി പറയേണ്ട ആവശ്യമില്ല. ചില വാക്കുകൾ വിദ്വേഷത്തോടെയുള്ള ചില വാക്കുകൾ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല. വേടന്റെ ഇഷ്യൂ വേടനെ സംബന്ധിച്ച് എനിക്ക് ആരാണ് വേടൻ അറിയില്ലായിരുന്നു. ഈ ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചത്. അതിന്റെ പലതരം പേരൊക്കെ വേറെയാണ്. ഇതൊരു സമുദായത്തിന്റെ പേരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് പറഞ്ഞു ബുദ്ധിമുട്ടായി എന്ന് വേണ്ട. എന്റെ സഹോദരനെ പോലെയാണ്, എന്റെ അനിയനെ പോലെയാണ്. അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. എനിക്ക് ആ വരികളിൽ അറിയാം. പക്ഷെ അനിയനെ പോലെ എനിക്കിഷ്ടമാണ്, പാട്ടുകൾ എനിക്കിഷ്ടമാണെങ്കിലും ഞാൻ തുറന്നു പറയുന്ന ആളാണ്. പാട്ടുകളിലെ വരികളിൽ നമ്മൾ അർത്ഥവും ആശയവും ചിന്തിക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ചിന്തിക്കുന്നവർക്ക് ഏറെ ദൃഷ്ടാന്തം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ സ്നേഹം, ആർദ്രത, കരുണ എല്ലാം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ 1500-ലധികം ജാതി മതങ്ങളുണ്ടല്ലേ. നാനാത്വത്തിൽ ഏകത്വം എല്ലാവരും ഒന്നിച്ചു പോകുന്നു. പക്ഷെ പുതിയ തരത്തിലുള്ള ഞാൻ പ്രസംഗിച്ച് പറഞ്ഞ പോലെ തന്നെ ചില കവിതകൾ, ചില ആൾക്കാരുടെ ചില കവിതകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്ന് പറയുന്നത് ആർദ്രതയോ കരുണയോ സ്നേഹമോ സഹാനുഭൂതിയോ അതൊന്നും പലപ്പോഴും കാണില്ല. ഒരു വൈരാഗ്യം, ദേഷ്യം, വെറുപ്പ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ നശിപ്പിക്കുന്നതായിട്ടുള്ള ചില വാക്കുകളൊക്കെ നല്ലതാണ്. റാപ്പായാലും പോപ്പായാലും റോപ്പായാലും എന്ത് തന്നെയായാലും ഇതേ ജനറേഷനിൽ ആസ്വദിക്കുന്ന പാട്ട് നമുക്ക് ആസ്വദിക്കാം. നമ്മുടെ അനിയൻ പയ്യന്റെ പേര് ഇങ്ങനെ വന്നപ്പോൾ ഇതെന്താണെന്ന് അന്വേഷിക്കാനായിട്ട് കയറിയപ്പോഴാണ് പറഞ്ഞത് എന്റെ അനിയനെ പോലെയാണ്, എനിക്ക് ഇഷ്ടമാണ്. പുള്ളിയുടെ കവിതകളിലെ പല വരികളിലെ അർത്ഥങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ല സ്നേഹത്തോടെ സഹകരണത്തോടെ കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ചില വാക്കുകൾ വിദ്വേഷത്തോടെയുള്ള ചില വാക്കുകൾ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. എനിക്ക് തോന്നി വരണം പുള്ളി ഒറ്റയ്ക്കല്ല ഈ കവിത എഴുതുമ്പോൾ അല്ലെങ്കിൽ കവിത വേറെ ചിലർ ഉണ്ടാകുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആരെങ്കിലും ഉണ്ടോന്നും കൂടെ അന്വേഷിക്കണം. ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മളൊരു ലഹരിയുടെ കാര്യം പറയുമ്പോൾ ഒരാൾ മാത്രമായിട്ടല്ല ലഹരി, ലഹരിയുടെ പുറകിൽ ഒരു ടീം ഉണ്ടാകും. എനിക്ക് വേദന അറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് വേദന അറിയത്തില്ലായിരുന്നു. ഇഷ്യൂ വന്നപ്പോൾ അറിയാം. പക്ഷെ നമ്മൾ അറിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ വലിച്ചു കയറാൻ യൂട്യൂബിന്റെ ശ്രീകുമാറിനെ പറഞ്ഞു. അതിലെ ഒരു ഗായകനെ വളരെ മോശമായിട്ട് ചീത്ത പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു യൂട്യൂബിന്റെ താഴെ വന്നിട്ട് 10% താഴെ വരുന്ന കുറച്ച് പേരാണ് ഈ വകതിരിവില്ലായ്മ തെറി വിളിക്കില്ല അനാവശ്യം പറയുന്നത്. നമ്മളൊക്കെ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനം നന്മ പ്രവർത്തിച്ചു നടക്കുന്നതാണ്. നന്മ മരമൊന്നും അല്ലെങ്കിലും ജീവിതം സമൂഹത്തിന് വേണ്ടിയും മാനവസേവ മാധവസേവ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. അപ്പോൾ വേടനെ കുറിച്ചിട്ടുള്ള ഡോക്ടർ രജിത് കുമാർ സാറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകളോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നു എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്നിട്ട് പൂരത്തെറി വിളിക്കാനായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും സത്യത്തിന് നേരെ ആരും മുഖം തിരിച്ചു പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ എൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് ഉണ്ടായിരുന്നു. എത്ര പേര് കണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ രജിത് കുമാർ സാറും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. കാരണം ഇത് ശരിക്കും വേടന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത് മതപരമായോ രാഷ്ട്രീയപരമായോ ഏത് രീതിയിലാണെന്നും നമ്മൾ അതേക്കുറിച്ചിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ആരോ എഴുതി കൊടുക്കുന്ന വരികൾ ഏറ്റുപാടുന്ന വേടനോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ രാജ്യമാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യുക, നല്ലത് പാടുക, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞതിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ തീവ്രവാദിയാക്കുന്ന രീതിയിലൊക്കെയുള്ള പുള്ളിക്കാരൻ്റെ പാട്ടുണ്ടായിരുന്നു. അത് ഒരു 4 വർഷം മുമ്പുള്ള ഒരു പാട്ടാണ് വേടൻ പാടിയത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ആയിരുന്നു നമ്മളൊന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തെറ്റ് നമ്മളെ ഇനി എത്ര പേര് കൂട്ടത്തോടെ വന്ന് ആക്രമിച്ചാലും തെറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് നമുക്ക്. എന്നാൽ പലരും ചോദിക്കും അതെന്താ പ്രധാനമന്ത്രിയെ വിമർശിച്ചൂടെ എന്ന്. വിമർശിക്കാമല്ലോ, എത്ര വേണേലും വിമർശിക്കാം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സേവകരാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് അവരെ വിമർശിക്കാം. പക്ഷേ വിമർശിക്കുന്നതിനും ഒരു മര്യാദയൊക്കെ ഉണ്ടാവണം. അത് ആരായാലും, അത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സ്ഥാനത്ത് മറ്റ് ഏത് പ്രധാനമന്ത്രി ആയാലും ഇനി ഭാവിയിൽ മറ്റ് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ, ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ പിണറായി വിജയനാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് വരുന്നതെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കണം. അതുപോലെ ശശി തരൂരാണെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്തിരിക്കണം. അത് പാർട്ടി ഏതാണ്, ആൾ ഏതാണ്, തരം ഏതാണ് എന്നുള്ളത് നോക്കിയിട്ടില്ല. പ്രധാനമന്ത്രിയാണോ നമുക്ക് പറയാം, വിമർശിക്കാവുന്ന വാക്കുകൾക്ക് മിതത്വം ഉണ്ടാവണം. അപ്പോൾ അതാണ് എനിക്കും പറയാനുള്ള ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ രജിത് കുമാർ സാർ പറഞ്ഞത് ശരിയാണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കും അറിയില്ലായിരുന്നു.
MG ശ്രീകുമാറിൻ്റെയൊക്കെ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് അതിനു മുമ്പ് ശരിക്ക് പറഞ്ഞാൽ ഞാൻ വേടനെ പറ്റിയിട്ട് അറിയുന്നതെന്ന് വെച്ചാൽ ഈ കഞ്ചാവ് കേസ് വന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു റാപ്പ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന ഒരാൾ വേടൻ എന്ന് പറയുന്ന ഇങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. സത്യസന്ധമായിട്ട് പറയാമല്ലോ, എനിക്ക് അതിനു മുമ്പ് അറിയില്ലായിരുന്നു. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊന്നും എനിക്കറിയില്ല. ഈ പുള്ളിക്കാരനെ അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ MG ശ്രീകുമാർ ഒരുപാട് തെറിവിളി കേട്ടു. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അറിയുന്ന പലരെയും മറ്റുള്ളവർ അറിയണമെന്നില്ല. അതാണ്, ഞാൻ ഈ വേടനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. അത് തന്നെയാണ് ഡോക്ടർ രജിത് കുമാർ സാർ പറയുന്നതും ആ ഇൻ്റർവ്യൂ ചെയ്ത പെൺകുട്ടി പറഞ്ഞതും ആ ഒരു കാര്യം തന്നെയാണ്. അവർക്കും അറിയില്ലായിരുന്നു ഈ ഒരു വേടനെ. നമ്മളൊരാളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെല്ലാവരും അദ്ദേഹത്തെ അറിയണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അതേസമയം ഇപ്പോൾ വേടനെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ അറിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേടന് ഒരുപാട് ഗൾഫ് ഷോയ്ക്കുള്ള അവസരമൊക്കെ ലഭിച്ചു എന്നാണ് അറിയുന്നത്. നല്ല കാര്യം, നന്നായിരിക്കട്ടെ. ആരായാലും നല്ലൊരു പരിപാടിയൊക്കെ കിട്ടുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും പാടുന്ന വേടനോട് പറയാനുള്ള ഒരു കാര്യം, പ്രധാനമന്ത്രിയെയും ഒക്കെ കുറിച്ചിട്ട് വിമർശിക്കാനുള്ള വേടൻ്റെ കഴിവ് നമ്മൾ സമ്മതിക്കുന്നു. കുറച്ച് അധികം ഓവറായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊയ്ക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഈ വേടന് ഒരുപാട് പാടാനുള്ള അവസരങ്ങൾ ഇനിയും ഒരുപാട് വേദികൾ കിട്ടട്ടെ. പക്ഷേ പാടുന്ന കൂട്ടത്തിൽ നമ്മളാരും മറന്നു പോകരുതാത്തൊരു കാര്യമാണ് നമ്മുടെ ശിരൂരിലുണ്ടായ ആ ഒരു മണ്ണിടിച്ചിലും പ്രശ്നം. അന്നത്തെ ആ ഒരു നമ്മുടെ അർജുൻ മനാഫ് കൂട്ടുകെട്ട്, അതേക്കെ പറ്റി പാടുവൂ. അതും ഒക്കെ കേൾക്കാൻ നമ്മൾ ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. ആ ഒരു കൂട്ടുകെട്ട്, ഒരു അന്യമതസ്ഥനായ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് രാപകലില്ലാതെ ഊണും ഉറക്കവും ഉളച്ച് നിന്ന മനാഫ് എന്ന് പറയുന്ന ആ ഒരു പ്രിയ സഹോദരനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ പാടൂ. നല്ലതല്ലേ കേൾക്കാനായിട്ട്? അത് അവർ തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ടും കാര്യങ്ങളും പിന്നീട് അത് ചെന്നെത്തിയ വഴികളും അതൊക്കെ ആ ഒരു പിന്നീട് ഏതൊരവസ്ഥയിൽ അത് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു, പിന്നീടുണ്ടായ മീറ്റിങ്ങുകളും പ്രശ്നങ്ങളും ഒക്കെ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പാടൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പാടൂ. പിന്നീട് അതുപോലെ തന്നെ നിങ്ങൾ പാടൂ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സുനാമി വന്നതിനെ പറ്റി നിങ്ങൾ പാടൂ. കൊറോണ വന്ന സമയത്ത് ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ കൊറോണ നമ്മുടെ രാജ്യത്തേക്ക് വന്ന രീതിയെക്കുറിച്ചും ഒടുവിൽ പിന്നീട് അതിനെ നമ്മുടെ രാജ്യത്ത് നിന്ന് മാറാൻ വേണ്ടിയിട്ട് ആ ഒരു കൊറോണയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞ ഒരു നഴ്സ് ഉണ്ടായിരുന്നു, ലിനി. അവരെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ പാടൂ. അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള നന്മകളെ കുറിച്ചിട്ട് നിങ്ങൾ പാടൂ. എന്താ പാടാൻ പറ്റാത്തത്? അതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രളയമുണ്ടായി, എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ ഒരു സമയത്ത് വിമാനത്തിലൊക്കെ വന്നിട്ടാണ് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെയൊക്കെ നമ്മുടെ സൈനികരൊക്കെ വന്നിട്ട് സ്കൂബ ടീമുകളൊക്കെ വന്നിട്ട് രക്ഷിച്ചുകൊണ്ട് പോയത്. അതൊക്കെ വെച്ചിട്ട് പാടൂ. അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് പാടാനായിട്ട്. നെഗറ്റീവ് മാത്രം എടുത്ത് പാടാൻ നിൽക്കാതെ ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടി എടുത്ത് പാടണോ. അത് കേൾക്കാനൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ റാപ്പ് മ്യൂസിക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമായിരിക്കും അത് കേൾക്കാനും. പാടാനുള്ള നല്ലൊരു കഴിവുണ്ട് വേടന്. അപ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൽ കൂടി നമ്മളത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. എപ്പോഴും നെഗറ്റീവുകൾ മാത്രം ചൂണ്ടിക്കാണിക്കാണ്ട് പോസിറ്റീവുകൾ എടുത്തു വെച്ച് പാടൂ. അതുപോലെ നമ്മുടെ രാജ്യത്ത് ശബരിമല എന്ന് പറയുന്ന ആ ഒരു പുണ്യ കേന്ദ്രത്തിൽ കുറേ പെണ്ണുങ്ങൾ കയറാനായിട്ട് കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ മുഖം മറച്ചും തലമറച്ചും എല്ലായിടവും മറച്ചിട്ട് കുറേ പെണ്ണുങ്ങൾ അതിക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചവരെ പറ്റി പാടൂ. പെണ്ണുങ്ങളെ ശബരിമല കയറ്റാനായിട്ട് ചുക്കാൻ പിടിച്ച ആളുകളുണ്ട്, അവരെ പറ്റി പാടൂ. ആ കയറിയ പെണ്ണുങ്ങൾക്ക് പിന്നെ എന്താണ് സംഭവിച്ചത് അതേക്കുറിച്ച് പാടൂ. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ, അതൊക്കെ എടുത്ത് പാട്. അതൊന്നും പാടാണ്ടത് ലാസ്റ്റ് വന്ന് നിന്ന് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അവിടെ നടന്ന കാര്യങ്ങൾ, സിനിമാ ഫീൽഡിലുണ്ടായ സംഭവങ്ങൾ, ഇതൊക്കെ വച്ചിട്ട് പാടൂ. അതൊക്കെ എന്താ പാടാൻ പറ്റാത്തത്? അതൊക്കെ കൂടി പാടണ്ടേ? അതൊക്കെ കേൾക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. അപ്പോൾ സബ്ജക്റ്റിനൊന്നും ഒരു ക്ഷാമവും ഇല്ല വേടാ. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്ന സബ്ജക്റ്റ് ആണെങ്കിലും പാട്ടാണെങ്കിലും അതിന് മറ്റാരെങ്കിലും എഴുതി തരുന്നതാണെങ്കിലും ഇതൊക്കെ ഉൾപ്പെടുത്തൂ. ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോഴാണ് നമുക്ക് കേൾക്കാനൊരു രസം ഉണ്ടാവുന്നത്, ഇമ്പം ഉണ്ടാവുന്നത്. അപ്പോൾ അത് അത്തരത്തിലൊരു പാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഈ വേടൻ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ എൻ്റെ കുഞ്ഞനുജനായിട്ട് കണക്കാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ആരെയും ഇന്നത്തെ കാലത്ത് ഒട്ടും അകറ്റി നിർത്തുകയോ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ
ജാതിപ്പേര് ഇപ്പോൾ ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ തന്നെ അവിടെ ജാതിപ്പേര് എഴുതണം അല്ലെങ്കിൽ ജാതി വെക്കണം എന്ന് വാശി പിടിക്കുന്നതാരാ? ജനങ്ങളാണോ സർക്കാരാണോ? സർക്കാരല്ലേ വാശി പിടിക്കുന്നത് ജാതിപ്പേര് ചേർക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നീട് അത് മാത്രമല്ല, വലിയ സന്തോഷത്തിൽ ജാതിപ്പേരൊക്കെ ചേർത്തിട്ട് മാസം തോറും നമുക്ക് കിട്ടുന്ന വേതനം ഉണ്ടല്ലോ, കുട്ടികൾക്ക് കിട്ടുന്ന സ്കൂളിൽ നിന്ന് കിട്ടുന്ന മാസം തോറും അല്ല, കുട്ടികൾക്ക് അതായത് കീഴ്ജാതിയിലുള്ള കുട്ടികൾക്ക്, പട്ടികജാതി OBC വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ നേരത്ത് ജാതി ഒരു പ്രശ്നമല്ലല്ലോ ആർക്കും. എല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലോ അപ്പോഴേ ജാതിപ്പേരും കാര്യങ്ങളൊക്കെ. ആരെയും ജാതിപ്പേര് ചേർത്ത് പറയണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. എനിക്കിഷ്ടമല്ല ജാതിപ്പേര് ചേർത്ത് പറയുന്നത്, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ജാതിപ്പേര് നിങ്ങൾ തന്നെയാണ് വിളിച്ച് കാണിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് സന്തോഷത്തോടു കൂടി ജാതിപ്പേര് ഓരോ കുട്ടിയെയും സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ കൊണ്ടുവയ്ക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഒരു വ്യക്തിയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ തന്നെയാണ് ചോദിക്കുന്നത് ജാതിപ്പേര് എഴുതണം എന്നുള്ള കാര്യം പറയുന്നത്, അല്ലാതെ നമുക്കല്ല നിർബന്ധം, സർക്കാരിനാണ് നിർബന്ധം ജാതിപ്പേര് കൃത്യമായിട്ട് വെക്കണം എന്നുള്ളത്, എന്തിൻ്റെ പേരിലായാലും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. രജിത് സാറിനെ പോലെ തന്നെ എനിക്കും വേടനെ അറിയില്ലായിരുന്നു. അങ്ങനെ പലർക്കും അറിവുണ്ടായിരിക്കില്ല, ഇപ്പോഴും അറിയാത്ത ആളുകൾ ഉണ്ടാവും. കാരണം ഞാൻ ഈ വേടനെ റാപ്പർ വേടൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ചോദിച്ചത് അതാരാന്ന്. അവർക്കറിയില്ല. അവർക്കറിയാതിരിക്കാൻ കാരണം അവർ ഇതൊന്നും കാണുന്നില്ലല്ലോ. അവരൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ 2 or 3 സീരിയൽ കാണും, പിന്നെ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു സിനിമ കണ്ടാലായി കണ്ടില്ലെങ്കിലായി. അതുകൊണ്ട് അവർക്കൊന്നും അറിയില്ല. അവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കൂടുതലായിട്ട് ഈ വേടനെ അറിയാവുന്ന ആളുകളെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ, മൊബൈൽ ഫോണിൽ ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റുമായിരിക്കും. TV മാത്രം ആശ്രയിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്കൊന്നും അധികം ആർക്കും അങ്ങനെ അറിയാൻ വഴിയില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് പോലും ഞാൻ വേടനെ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കേസ് വന്ന ആ ഒരു സമയത്താണ്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. വയ്യ, പനി അടിച്ചിരുന്ന് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ വെട്ടിത്തുറന്ന് പറയും. ഞാൻ അങ്ങനെ ആരെയും സേവ് ചെയ്ത് സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. അതുപോലെ തന്നെ എനിക്കങ്ങനെ ഞാൻ ആരെയും ഒരിക്കലും ഞാൻ ആർക്കും വേണ്ടിയിട്ട്, ഞാൻ എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് മതമോ രാഷ്ട്രീയമോ വ്യക്തിയെയോ നോക്കിയൊന്നും ഒരിക്കലും സംസാരിക്കില്ല. ഞാൻ എനിക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.